ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സച്ചി എത്ര പറഞ്ഞിട്ടും ആരും വിശ്വസിക്കുന്നില്ല. താൻ മദ്യപിച്ചിട്ടല്ല വാഹനം ഓടിച്ചതെന്ന് എത്ര പറഞ്ഞിട്ടും ആരും വിശ്വസിക്കാതെ അവനെ അവഗണിക്കുകയും അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ സച്ചി നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ്. പോലീസ് സ്റ്റേഷനിലാണല്ലോ അവന്റെ വണ്ടി പിടിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെ അതിന്റെ കാര്യം സംസാരിക്കാൻ സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ കോൺസ്റ്റബിൾ പറയാണ്, ഇവിടെ സാറില്ല, നീ എന്തായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്യ് പുറത്ത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റബിൾ വിളിച്ചിട്ട് പറയാണ്, നീ ഒരു കാര്യം ചെയ്യ്, വെറുതെ ഇവിടെ നിൽക്കല്ലേ, അപ്പുറത്തെ കടയിൽ പോയിട്ട് ഒരു ബണ്ടിൽ A4 മേടിച്ച് ഇങ്ങോട്ട് വായു എന്ന് പറയുമ്പോൾ സച്ചി ഒന്ന് മടിച്ചിങ്ങനെ നിൽക്കാണ്. എന്താടാ നിനക്ക് പറ്റില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു ഭീഷണി സ്വരത്തില്. അപ്പോൾ സാറ് ഞാൻ ഇപ്പോൾ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് പൈസ ഒന്നും അവർ കൊടുക്കുന്നില്ല. അതൊക്കെ സച്ചിയുടെ കയ്യിൽ നിന്നും വേഗം തന്നെ പോയി A4 ഒക്കെ വാങ്ങിക്കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും ആ പോലീസ് പറയുകയാണ്, കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം ചെയ്യും, നീ ഞങ്ങൾക്ക് 3 പേർക്ക് ഉള്ള ഒരു ചായ വാങ്ങിക്കൊണ്ട് വായും, കൂടെ കടിയും വാങ്ങിച്ചോട്ടാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി അങ്ങനെ അതിനും പോകുന്നുണ്ട്. അങ്ങനെ അവർക്ക് വേണ്ട ചായയും വടയൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുകയാണ്. അതൊക്കെ ആസ്വദിച്ച് കഴിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയത്തും പിന്നെയും പുറത്ത് നിൽക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ SI കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്, നീ പുറത്തിറങ്ങി നിന്നോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി വീണ്ടും പുറത്തിറങ്ങി നിൽക്കാണ്. അങ്ങനെ അവിടേക്ക് ഒരു പോലീസ് ജീപ്പ് വരുന്നുണ്ട്. അതിൽ നിന്ന് SI ഇറങ്ങി വരികയാണ്. SI പുറത്തേക്ക് ഇറങ്ങി ഉടനെ തന്നെ പുറകെയായിട്ട് അവനിങ്ങനെ സാറേ എന്ന് വിളിച്ചിങ്ങനെ പുറകെ നടക്കുന്നുണ്ട്. പക്ഷെ SI ഒന്നും അതിൻ്റെ ചെയ്യാതെ നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പൊ വീണ്ടും കോൺസ്റ്റബിളിന്റെ അരികിൽ ചെന്നിട്ട് സാറേ എന്റെ കാര്യം എന്ന് പറയുമ്പോൾ നീ പുറത്ത് നിൽക്കും, ഞാൻ ഇപ്പൊ പറയാമെന്ന് പറയുന്നിട്ട് കോൺസ്റ്റബിൾ പറയാണ്, സാറിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആരാ വരാൻ പറയൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി നേരെ SIയുടെ അരികിൽ ചെന്നിട്ട് പറയാണ്, സാറ് എൻ്റെ വണ്ടിയാണ് ഇവിടെ പിടിച്ചു വെച്ചിട്ടുള്ളത്, നീയല്ലേ മദ്യപിച്ച് വാഹനം ഓടിച്ചതെന്ന് പോലീസ് ചോദിക്കുന്നത്. സാറ് ഞാൻ മദ്യപിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ മദ്യപിച്ചിട്ടല്ല വാഹനം ഓടിച്ചതെന്ന് പറയുമ്പോൾ അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, കോടതിയിൽ ഹാജരാക്കും, അപ്പോൾ നീ അവിടുന്ന് വേണമെങ്കിൽ അവിടെ പറഞ്ഞിട്ട് അവിടുന്ന് കാറ് വാങ്ങിക്കൊണ്ട് പോയിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ആ സമയത്ത് സാറ് അങ്ങനെ പറയല്ലേ, എനിക്ക് ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ ഒരു വണ്ടി ഓടിച്ചത് കൊണ്ടാണ് ഞാൻ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ അതൊക്കെ നീ കള്ളു കുടിച്ച് വാഹനം ഓടിക്കുന്ന സമയത്ത് ഓർക്കേണ്ടതായിരുന്നടാ എന്നും പറഞ്ഞ് പോലീസ് SI അവനെ അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറെ നേരം വീണ്ടും പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ വേറെ രക്ഷയൊന്നുമില്ല. വീണ്ടും അങ്ങനെ അവൻ വിഷമത്തോടു കൂടി തന്നെ അവിടെ നിന്നും പോവുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ രേവതി ഇവന്റെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് ചെറിയൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും സച്ചിയേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നറിയണം എന്നുള്ളത് കൊണ്ട് തന്നെ വേഗം അവൾ ആ ബാറിലേക്ക്, അതായത് സച്ചി പോയ ആ ബാറിലേക്ക് രാവിലെ തന്നെ അവിടേക്ക് ചെല്ലുകയാണ്. അവിടെയാണെങ്കിൽ ബാറ് തുറന്നിട്ട് പോലും ഉണ്ടായിരിക്കില്ല. അപ്പൊ കുറെ കള്ളുടിയന്മാരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ബാറ് തുറക്കുന്നത് നോക്കിയിട്ട്. കൂടെ ഒരു പെണ്ണും, അതായത് രേവതിയും. ആ സമയത്ത് അവിടേക്ക് 2 പയ്യന്മാർ വരികയാണ് ഫോണും പിടിച്ചുകൊണ്ട്. അങ്ങനെ അവര് അത് ലൈവാക്കിയിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ദേ നോക്കിയ ഒരു ബാറിന്റെ മുന്നിൽ ആണുങ്ങൾ നിൽക്കുന്നത് ഓക്കെ, ഇപ്പൊ പെണ്ണുങ്ങൾക്കും ഒരു ഹരമായി, ഇത് നോക്കിയ പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പരസ്യമായി വന്ന് നിന്ന് കള്ളു കുടിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ റെക്കോർഡ് ചെയ്യാണ്. ആ സമയത്ത് രേവതിയുടെ അരികിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ പയ്യൻ, മേഡം എന്തുകൊണ്ടാണ് ഇങ്ങനെ രാവിലെ തന്നെ മദ്യപിക്കാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും ചോദിച്ചു വരുമ്പോൾ രേവതിക്ക് ദേഷ്യം വരികയാണ്. രേവതി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ വീഡിയോ എടുക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നു. മോനിങ്ങോട്ട് വന്നേ, ഒന്ന് അടുത്തേക്ക് വന്നേ എന്ന് പറയാണ്. അങ്ങനെ അവന്റെ മുഖത്ത് നോക്കി ഒരൊറ്റ അടി അടിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇവിടെ വന്ന് നിൽക്കുന്നവരെയൊക്കെ കള്ളു കുടിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്ന നിന്നോട് ആരാടാ പറഞ്ഞത് എന്നും പറഞ്ഞിട്ട്, ഇതുപോലുള്ള ആൾക്കാരാണ് ഈ നാടിന്റെ ശാപം എന്ന് പറയുന്നത്, ഒരു വീഡിയോ ഇതുപോലെ പോയത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൻ ഒരുപാട് വഴക്ക് പറഞ്ഞ് അവിടെ നിന്നും ആട്ടിയിറക്കുകയാണ്. ആ സമയത്ത് വീണ്ടും രേവതി അകത്തേക്ക് കയറുകയാണ്. ബാറൊക്കെ തുറന്ന് അകത്തേക്ക് കയറിയിട്ട് അടുത്ത ഓഫീസിൽ സംസാരിച്ചിട്ട് CCTV ദൃശ്യങ്ങൾക്ക് കാണിച്ചു തരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ ആ CCTV ദൃശ്യങ്ങൾ ഓരോന്നായി ഇങ്ങനെ നോക്കുന്നുണ്ട്. കൂടെ ഒരു ആളും ഉണ്ട്, ഒരു സാറും ഉണ്ട്. അയാൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ശരത്തിന്റെ കൂടെയുള്ള ആ ഗുണ്ട ഈ വീഡിയോ എടുക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ സച്ചി മദ്യപിക്കാതെ ആ കൂടെ വന്നവർക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് കാണുന്നത്. അപ്പൊ ഇവർ തമ്മിലുള്ള പക കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സച്ചിയേട്ടൻ കുടുങ്ങാൻ കാരണമെന്ന് രേവതി മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ രേവതി പറയുകയാണ്, ഈ CCTV ദൃശ്യം ഒരു നമ്പർ തരാം, ഞാൻ ആ നമ്പറിലേക്ക് അയച്ചു കൊടുക്കൂ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിന്റെ ഫോൺ നമ്പറാണ് കൊടുക്കുന്നത്, അതിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ശ്രീകാന്ത് അത് കണ്ട് ആകെ ഞെട്ടുകയാണ്. ശ്രീകാന്തിനും വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്ത് നേരെ
സച്ചിയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അതുപോലെ തന്നെ രേവതിയും ചെല്ലുകയാണ്. രേവതി ഓടിച്ചെന്ന് സച്ചി ആ കാർ ഷോപ്പിൽ വെച്ച് തന്നെ അവിടെ വെച്ച് തന്നെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് പരസ്യമായിട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് തെറ്റുപറ്റി, എത്ര പറഞ്ഞിട്ടും ഞാനത് നിങ്ങൾ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ചില്ല, എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറയണം. അപ്പം നിനക്കിപ്പോൾ എങ്ങനെയാ സത്യങ്ങൾ മനസ്സിലായെന്ന് ചോദിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ ദേ ഈ വീഡിയോയിലുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. അത് ശരി, ഇവനാണല്ലേ എന്നെ ചതിച്ചത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ശരത്തിന്റെ കൂടെയുള്ള ആ ഗുണ്ട. അങ്ങനെ നമ്മുടെ ഇവൻ പറയാണ്, ശ്രീകാന്ത് പറയാണ്, ഏട്ടനൊരു കാര്യം ചെയ്യ്, എന്തായാലും നാറി, ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യ്, ഇതിൽ നിന്ന് മോചനം ആവാൻ വേണ്ടിയിട്ട് ഏട്ടനൊരു ലൈവ് പോലെ ഇങ്ങനെ കാര്യങ്ങൾ പറയും, ഞാൻ അത് വീഡിയോ എടുത്തിട്ട് ഇതാക്കാം. അപ്പോൾ അങ്ങനെ ചേട്ടൻ അന്ന് ആ സമയത്ത് എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടായത്, അവിടെ വെച്ച് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം അതും വള്ളിപുള്ളി തെറ്റാതെ പറയുമെന്ന് പറയുന്നത് കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയും കൂടിയും ആഡ് ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ സച്ചി തനിക്ക് അന്ന് നടന്ന സംഭവങ്ങളും താൻ അന്ന് മദ്യപിച്ചിട്ടില്ലെന്നും തൻ്റെ കൂടെ വന്ന ആ യാത്രക്കാർക്ക് മദ്യം ഒഴിച്ചു കൊടുത്തതാണെന്നുള്ള സത്യങ്ങളെല്ലാം വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ് സച്ചി ഇതൊക്കെ പറയുന്നത്. കണ്ണീരൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടാണ് സച്ചി ഇതൊക്കെ പറയുന്നത്. അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമാവാണ്. അങ്ങനെ ആ ഒരു വീഡിയോ വൈറലാവുന്നുണ്ട്. അത് എല്ലാവരും കാണുമ്പോൾ എല്ലാവർക്കും സങ്കടം തോന്നാണ്. ആ പയ്യൻ ഇത്രയും നല്ല പയ്യനെയാണല്ലോ സംശയിച്ചത് എന്നതിൻ്റെ ഒക്കെ പേരിൽ. അങ്ങനെ ഈ ദൃശ്യങ്ങൾ നേരെ പോകുന്നത് അച്ഛൻ്റെ അരികിലേക്കാണ്. ശ്രീകാന്തും എല്ലാവരും ചെന്നിട്ട് അച്ഛൻ്റെ അരികിലേക്ക് പോകുന്നുണ്ട്. അപ്പം അച്ഛന് നേരത്തെ തന്നെ ഈ ഒരു കാര്യം വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വീഡിയോ അവൻ കണ്ടിട്ട് അച്ഛൻ ഭയങ്കര കുറ്റബോധത്തിലിരിക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട സച്ചി മോനെ സംശയിച്ചതിൻ്റെ പേരിൽ വളരെ വിഷമത്തോടു കൂടി ഇരിക്കുകയാണ്. അങ്ങനെ ആ വീഡിയോ എല്ലാവർക്കും ശ്രുതി എങ്ങനെയാണോ എല്ലാവരെയും വിളിച്ചു വരുത്തി ആ വീഡിയോ കാണിച്ചു കൊടുത്തു, അതുപോലെ തന്നെ ഈ വീഡിയോ അച്ഛൻ എല്ലാവരെയും വിളിച്ചു വരുത്തി കാണിച്ചു കൊടുക്കുകയാണ്. അവൻ്റെ നിരപരാധിത്വവും അവൻ ആ CCTV ദൃശ്യത്തിൽ നിന്ന് കിട്ടിയ ആ വീഡിയോ എല്ലാവരെയും കാണിക്കുമ്പോൾ ചന്ദ്രയ്ക്കൊക്കെ അത് വലിയ താല്പര്യമൊന്നും ആവുന്നില്ല. എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ശ്രുതിക്കും താല്പര്യമല്ല, പക്ഷേ നമ്മുടെ ശ്രീകാന്തിനൊക്കെ അത് ഭയങ്കര വിഷമാവുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്ത് നേരെ വരുന്നത് നമ്മുടെ സച്ചിയും രേവതിയും വരുന്നത് കാണുമ്പോൾ അവിടെ നിൽക്ക് എന്ന് അച്ഛൻ പറയുന്നുണ്ട്. അപ്പൊ സച്ചി വിചാരിക്കുകയാണ് തന്നോടുള്ള ദേഷ്യം മാറിയില്ല അച്ഛനെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ പറയാണ്, അച്ഛ സത്യം അറിഞ്ഞില്ലേ, ഇനി എന്ത് ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ നിൽക്കുന്നിട്ട് നമ്മുടെ ചന്ദ്രയോട് ആരതി എടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ആരതി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ചന്ദ്രമടിയോട് കൂടിയൊക്കെ തന്നെയാണ് രവീന്ദ്രനെ പേടിച്ചിട്ടൊക്കെയാണ് ആരതി എടുത്തുകൊണ്ട് വരുന്നത്. അങ്ങനെ ആരതി ഒഴിഞ്ഞ് രണ്ടുപേരെ അകത്തേക്ക് കയറ്റുകയാണ്. അതൊന്നും കണ്ട് സഹിക്കാനാവാതെ നിൽക്കുന്നുണ്ട് ശ്രുതിയൊക്കെ. അങ്ങനെ ശ്രുതിയും അതുപോലെ തന്നെ വർഷയും നമ്മുടെ ചന്ദ്രയും കൂടിയിട്ടാണ് ആരതി എടുത്ത് ഒഴിയുന്നത് ഇവരെ രണ്ടുപേരെയും. അപ്പൊ ശ്രുതിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കുന്നുണ്ട് രേവതി. ഒരു പുച്ഛഭാവത്തോട് നോക്കുകയാണ്. ശ്രുതി തലകുമ്പിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ രേവതി അതൊക്കെ അകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛ എനിക്കിതിൽ സംശയം തോന്നിയത് കൊണ്ടാണ് ഞാൻ നേരെ ബാറിലേക്ക് പോയി സത്യങ്ങൾ കണ്ടുപിടിച്ചതെന്ന് പറയുമ്പോൾ, നീ അല്ലെങ്കിലും ഇവൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്നൊക്കെ പറഞ്ഞ് രേവതിയെ പുകഴ്ത്തുന്നുണ്ട്. അങ്ങനെ രേവതി ചന്ദ്രയോട് പറയുകയാണ്, അമ്മേ ഇനി എന്നെ ആരും കള്ളുകുടിയൻ്റെ ഭാര്യ എന്ന് വിളിക്കില്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ചേട്ടൻ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ ന്യായം പറഞ്ഞിട്ട് ഒന്നും എതിർപ്പ് പറയില്ല എന്നല്ലേ നിന്റെ പരാതി? ഞാൻ അങ്ങനെയൊന്നുമല്ല, എനിക്ക് ന്യായമായ കാര്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കൂടെ നിൽക്കും എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെയും ഒന്ന് അടിച്ചിരുത്തുന്നുണ്ട് നമ്മുടെ രേവതിയെ. അവരെങ്ങനെയാണോ കുറ്റപ്പെടുത്തിയത് അതിനൊരു ചെറിയൊരു മറുപടിയായി രേവതിയും അവർക്ക് കണക്കിന് കൊടുക്കുകയും ചെയ്യുന്നു. സച്ചിയും രേവതിയും ശ്രീകാന്തും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. എന്നിട്ട് ശ്രീകാന്തിന്റെ ഫോണിലുള്ള തെളിവുകളെല്ലാം പോലീസിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് ആ തെളിവുകളെല്ലാം നോക്കിയിട്ട് പോലീസിന് കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയാണ്. അങ്ങനെ എന്തായാലും ഇതിന്റെ പിന്നില് നമ്മുടെ ശരത്തിന്റെ കൂട്ടുകാരനാണെന്നുള്ള സത്യം മനസ്സിലാകുന്നുണ്ട്. അവൻ ഒരു ഗുണ്ടയാണെന്ന് പോലീസിന് നേരത്തെ തന്നെ അറിയാം. അങ്ങനെ അവനെ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സച്ചിക്ക് ആ കാറ് വിട്ടുകൊടുക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ആ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഏട്ടത്തി കാരണമാണ് ഏട്ടന് ഈ ഒരു കാറൊക്കെ ഇപ്പൊ വിട്ട് കിട്ടാനും ഏട്ടനെ എല്ലാവരുടെയും അപമാനമായി നിൽക്കുന്ന ഏട്ടനെ എല്ലാവരുടെയും മുന്നിൽ രക്ഷപ്പെടുത്തിയ ഏട്ടത്തിയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നൊക്കെ ഒരു ഭാഗം കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.